കൊല്ലപ്പെട്ടിട്ട് 5 മാസങ്ങൾ കഴിഞ്ഞു. മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പോലും വ്യക്തമല്ല. ഇറാനെതിരായ സംയുക്ത ആക്രമണങ്ങളിൽ നിന്നും അമേരിക്കയും ഇസ്രായേലും ഒരു പരിധിവരെ പിന്മാറിയെങ്കിലും ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാരത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ജൂലൈയിൽ സംസ്കാരം നടക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനായി പ്രത്യേക ദൗത്യ സംഘത്തെ ഇറാൻ രൂപീകരിച്ചതായും സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾക്കായി പ്രത്യേക സ്ഥലം കണ്ടെത്തിയെന്നുമുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മെയ് മാസം പുറത്തുവിട്ടിരുന്നു. എന്നാൽ സംസ്കാര ചടങ്ങിന്റെ തീയതിയും സമയവും സംബന്ധിച്ച വിവരങ്ങൾ ഇപ്പോഴും രഹസ്യമാണ്. 1979 ഇറാന്റെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആയത്തുള്ള റുഹുള്ള ഖമേനിയുടെ പിൻഗാമിയായി 1989 ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി എത്തിയത്. ഇറാൻ ഭരണകൂടത്തിലും സൈന്യത്തിലും ജുഡീഷ്യറിയിലും പരമോന്നത അധികാരമുള്ള ഖമേനി രാജ്യത്തിന്റെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു. 2026 ഫെബ്രുവരി 28 ഏറ്റവും കൂടുതൽ കാലം ഇറാന്റെ പരമോന്നത നേതാവ് എന്ന പദവി അലങ്കരിച്ചിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച ഇറാൻ സമയം രാവിലെ 9:30 ഖമേനിയുടെ വസതി ലക്ഷ്യമാക്കി വ്യോമാക്രമണം ഉണ്ടായത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷിതമായ ഔദ്യോഗിക വസതിയിൽ ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ എത്തിയെന്നും ഇവർ ഇവിടെ തുടരുകയാണെന്നുമുള്ള CIAയുടെ സന്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് മിന്നൽ വേഗത്തിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നെത്തിയത്. ഖമേനിക്കും സംഘത്തിനും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനോ ബങ്കറുകളിൽ ഒളിക്കാനോ സമയം ലഭിക്കും മുൻപ് തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചു. ഏകദേശം 30ഓളം ബോംബുകളും മിസൈലും ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കനത്ത ആക്രമണത്തിൽ ഖമേനിയുടെ ഓഫീസും വസതിയായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടവും പൂർണ്ണമായി തകർന്നു വീണു. പുകപടലങ്ങൾ മാത്രമാണ് പ്രദേശത്തു നിന്നും ഉയർന്നത്. മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി, അദ്ദേഹത്തിൻ്റെ മകൾ ബുഷറ ഖമേനി ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ 5 പേർക്ക് ജീവൻ നഷ്ടമായി. ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പിന്നാലെ ഇസ്രായേൽ US ആക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ഇറാനിയൻ സ്റ്റേറ്റ് TV നടത്തി. ഇതോടെ 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഖമേനി US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മകനും പിൻഗാമിയുമായ മുജ്തബ ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇസ്രായേൽ ഭീഷണി തുടരുന്നതിനാൽ മുജ്തബ ഇപ്പോഴും രഹസ്യകേന്ദ്രത്തിൽ തുടരുകയാണ്. എന്നാൽ നാളിതുവരെയായിട്ടും ഖമേനിയുടെ സംസ്കാരം നടത്താൻ ഇറാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇതിന് കാരണം തുടരുന്ന ഇസ്രായേൽ ആക്രമണ ഭീഷണിയാണ്. ഏപ്രിൽ മാസം സംസ്കാരം നടത്താൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും ആക്രമണം തുടരുന്നതിനാൽ ചടങ്ങ് മാറ്റിവെച്ചു. മാർച്ച് മാസത്തിൽ തീരുമാനിച്ച സംസ്കാര ചടങ്ങും മാറ്റിവെച്ചു. മാസങ്ങൾ നീണ്ട ആക്രമണങ്ങൾ അയവ് വന്നതോടെയാണ് 2026 ജൂലൈയിൽ ഖമേനിയുടെ സംസ്കാരം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഇറാൻ ഭരണകൂടം എത്തിയത്. സംസ്കാര ചടങ്ങ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയ ചടങ്ങായി നടത്താനുള്ള തയ്യാറെടുപ്പാണ് ഇറാൻ നടത്തുന്നത്. സംസ്കാരം വൈകുന്നത് ഖമേനിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ പൂർണ്ണമായി ലഭിക്കാത്തതിലാണെന്ന ഊഹാപോഹങ്ങൾ ശക്തമാണ്. ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ആഴ്ചകൾ വേണ്ടി വന്നതും DNA പരിശോധന ആവശ്യമായി വന്നതുമാണ് ഇത്തരം സംശയങ്ങൾക്ക് കാരണമായത്. എന്നാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കണ്ണുകൾ വെട്ടിച്ച് ഖമേനിയുടെ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അതീവ രഹസ്യമായി തുടരുകയാണ്. മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഇറാനിയൻ അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. മൃതദേഹം കണ്ടെടുത്തുവെങ്കിലും ഇസ്രായേൽ ആക്രമണം ഭയന്ന് രഹസ്യകേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഖമേനിയുടെ മൃതദേഹം തലസ്ഥാന നഗരമായ ടെഹ്റാനിലോ അതീവ സുരക്ഷയുള്ള സൈനിക താവളങ്ങളിലോ അതോ വലിയ പ്രാർത്ഥനാ മൈതാനത്തോ ആകാം സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. മൃതദേഹം ടെഹ്റാനിൽ തന്നെയുണ്ടെന്നാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന വിവരവും. ശക്തമായ സുരക്ഷയുള്ള ബങ്കറുകളിൽ തന്നെയാവും മൃതദേഹം സൂക്ഷിച്ചിരിക്കുക. സുരക്ഷാ കാരണങ്ങളാൽ മൃതദേഹം ഔദ്യോഗിക ചടങ്ങുകളുടെ തയ്യാറെടുപ്പുകൾക്കായി പൂർണ്ണമായും സൈനിക സുരക്ഷയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇറാന്റെ വാർത്താ ഔദ്യോഗിക ഏജൻസികളും നൽകുന്ന വിവരം. മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണെന്ന്
ചുരുക്കം ആളുകൾക്ക് മാത്രമേ അറിയൂ. ഇസ്രായേൽ ചാരന്മാരുടെ സാന്നിധ്യം ഭയക്കുന്നതിനാൽ ഇവിടേക്ക് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പോലും എത്തുന്നില്ല. സംസ്കാരത്തിൻ്റെ തീയതിയും സമയം പുറത്തുവിട്ട ശേഷം മാത്രമാകും മൃതദേഹം പുറത്തെടുക്കുക. ഖമേനിയുടെ ചടങ്ങുകൾ ജൂലൈ 6 ആരംഭിച്ച് ജൂലൈ 9 മഷാദിലെ ഇമാം റസ പള്ളിയിൽ അവസാനിക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ഏതാനും മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഖമേനിയുടെ സംസ്കാരം സംബന്ധിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ അഭിപ്രായം പറയുന്നത് ഇത് ആദ്യമാണ്. ഖമേനിയുടെ മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ചടങ്ങ് ജൂലൈ 6 തിങ്കളാഴ്ച മുതൽ 2 ദിവസത്തേക്ക് ടെഹ്റാനിൽ നടക്കും. ജൂലൈ 7 സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായി ഘോഷയാത്ര നടക്കും. ജൂലൈ 8 നജാഖ്, കർബാല നഗരങ്ങളിൽ പ്രത്യേക ശവസംസ്കാര ഘോഷയാത്ര നടത്തുമെന്ന് വക്താവ് പറയുന്നുണ്ട്. ഈ ചടങ്ങുകളുടെ സമയവും വിശദാംശങ്ങളും ഇറാഖ് ഭരണകൂടം വൈകാതെ പ്രഖ്യാപിക്കുമെന്നാണ് ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർക്കുന്നത്. ജൂലൈ 9 വ്യാഴാഴ്ച മഷാദിലെ ഇമാം റസ പള്ളിയിലാകും സംസ്കാരം. എന്നാൽ ഇക്കാര്യത്തിൽ ഇറാനിയൻ ഭരണകൂടം ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടുമില്ല. ഖമേനിയുടെ സംസ്കാരം ജൂലൈ 4 ടെഹ്റാനിൽ ആരംഭിക്കുമെന്ന റിപ്പോർട്ട് മുൻപ് പുറത്തു വന്നിരുന്നു. ടെഹ്റാൻ, ഹോം, മഷാദ് എന്നീ 3 നഗരങ്ങളിലായാണ് വിടവാങ്ങൽ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണം ഭയന്ന് സുരക്ഷിതമായ മഷാദ് നഗരത്തെയാണ് ഖമേനിയുടെ അന്തിമ വിശ്രമ സ്ഥലമായി നിലവിൽ അധികൃതർ പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഖമേനിയുടെ ജന്മനാട് കൂടിയാണ് ഇറാന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള മഷാദ് നഗരം. സംസ്കാര ചടങ്ങുകൾക്കായി തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ മാത്രം 1 കോടി മുതൽ 2 കോടി ആളുകൾ വരെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരം. സുരക്ഷയുടെ പൂർണ്ണ ചുമതലയുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ മേൽനോട്ടത്തിലാവും സംസ്കാര ചടങ്ങുകൾ. ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളെ വൻതോതിൽ വിന്യസിക്കും. സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന പ്രദേശങ്ങൾക്ക് മുകളിൽ വ്യോമപാതകൾ താൽക്കാലികമായി അടയ്ക്കുകയും ഡ്രോണുകൾക്കും മറ്റ് വിമാനങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലുമായിരിക്കും.